കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു പവിത്രതയുണ്ട്, കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു അന്തസ്സും അഭിമാനവുമുണ്ട് എന്നിരിക്കെ അത് മാത്രമല്ല, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജമ്മിത്തമ്പുരാക്കന്മാരുടെ മുന്നിൽ മാറ് തുറന്ന് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ആ മാറ് തുറന്ന കാലഘട്ടത്തെ മാറ് അരച്ചുകൊണ്ട് സമരം ചെയ്ത, മാറ് മറയ്ക്കൽ സമരം നടത്തിയ ഒരു നാടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളം. സുന്ദര കേരളം, അന്തസ്സുണ്ട്. ആ മാറ് മറയ്ക്കൽ സമരത്തിന് പോലും ലോകത്തിന്റെ മുന്നിൽ കേരളം നട്ടല്ലോടെ നിവർന്നു നിന്നാണ് ജീവിക്കുന്നത്. അത് ചരിത്രമായിരുന്നു മാറുമറക്കൽ സമരം പോലും. പക്ഷേ ഇന്ന് കേരളത്തിൽ കടകൾ എല്ലാം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ചില സ്ത്രീകൾ പാതി മാറ് തുറന്നുകൊണ്ട് ശരീരത്തിന്റെ പല അവയവങ്ങളും പല രീതിക്കും കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഒന്നടങ്കം കയ്യിലാക്കാം എന്നുള്ള വ്യാമോഹവുമായി ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ എനിക്കിപ്പോ ഉദ്ഘാടനം നടത്തുന്ന ഈ പറയുന്ന സ്ത്രീകളെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹമില്ല. കാരണം കേരളത്തിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയതിനു ശേഷം ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്ന മുതലാളിമാരുണ്ടല്ലോ, കടയുടമകളുണ്ടല്ലോ, അവരോട് താഴ്മയോടെ ഒരു അഭ്യർത്ഥനയാണ്. അതായത് കേരളത്തിന് ഒരു പവിത്രതയുണ്ട്, സ്ത്രീകൾക്ക് ഒരു പവിത്രതയുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിനും ഒരു പവിത്രതയുണ്ട്, അല്ലെ? അത് ലോകത്തിന് മുന്നിലുണ്ട്. കേരളം ഒരു സുന്ദരമാണ്, കേരളം ലോകത്തിന് മാതൃകയാണ്. പക്ഷേ നിങ്ങൾ ഉദ്ഘാടനം നടത്താൻ വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓരോ ആളുകളെ ക്ഷണിക്കുകയാണ്, അല്ലെ? ഇന്നാളെ ഉദ്ഘാടനം ക്ഷണിക്കണം, ഇന്നാൾ വന്നാൽ എന്താ വിഷയം? അവര് പാതി വസ്ത്രം ധരിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തും. ഇത് കാണാൻ കുറെ കമ്പിയോളികൾ ഇത് കാണാൻ വേണ്ടി വരും. ഇത് കണ്ടാൽ കുറെ ആളുകൾക്ക് കമ്പിയാകും. കുറെ കമ്പിയോളികളുണ്ട് കേരളത്തിൽ. ശരീരത്തിൽ പാതി വസ്ത്രം ധരിച്ചുകൊണ്ട് കടകൾ ഉദ്ഘാടനം നടത്താൻ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ പല ശരീരഭാഗങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കുറെ കമ്പിയോളികൾ, കുറെ ആളുകൾ കൂടിക്കൊണ്ട് കടകളുടെ മുന്നിൽ കൂടിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അതൊക്കെ കാണുമ്പോ ഈ കടയുടമയ്ക്ക് നല്ലൊരു പേരാണ്, നല്ലൊരു അന്തസ്സാണ് എന്നാണ് കടയുടമകളുടെ വിചാരം. ദയവ് ചെയ്ത് കേരളത്തിലെ കട ഉടമകളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിന് ഒരു പവിത്രതയുണ്ട്, സ്ത്രീകൾക്കും ഒരു പവിത്രതയുണ്ട്. നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ നമ്മുടെ കേരളത്തിനകത്തുണ്ട്. ഒരുപാട് നല്ല നല്ല ഫേമസ് ആയ പബ്ലിക് ഫിഗറുകൾ, അതുപോലെ തന്നെ എങ്ങനെ പറയാ, ഈ നമ്മളുടെ ഫെമിനിസ്റ്റുകൾ, ഇവരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. നല്ല നല്ല ആളുകളുണ്ട്, ജീവിതം നല്ല രീതിക്ക് നയിക്കുന്ന, കേരളത്തിലെ എല്ലാവരും നല്ലപോലെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന, ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല യുവതികളുണ്ട്, ഒരുപാട് നടികളുണ്ട്, ഒരുപാട് പറയുന്ന ഫെമിനിസ്റ്റുകളുണ്ട്, ഒരുപാട് എഴുത്തുകാരുണ്ട്, കേരളത്തിൽ അറിയപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങൾക്ക് ആരെ കൊണ്ടുവേണമെങ്കിലും ഉദ്ഘാടനം നടത്തിപ്പിക്കാം. പക്ഷേ എനിക്കും എന്റേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ. ആ അഭിപ്രായമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ രേഖപ്പെടുത്തുന്നത്. ഈ മാറുമറയ്ക്കൽ സമരം നടത്തിയ കേരളത്തിൽ പാതി തുറന്നുകൊണ്ട് കടകൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അതിനെ കാണാൻ വേണ്ടി കുറെ കമ്പിയോളികളും ഈ പറയുന്ന കടകളുടെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാറ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരു പവിത്രതയുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചതില്ലേ, നമ്മുടെ മാതാവിന്റെ മാറിൽ നമ്മൾ പാല് കുടിച്ച് വളർന്ന് വലുതായ മക്കളാണ് ഞാനും നിങ്ങൾ മടങ്ങുന്ന ആളുകൾ, അല്ലെ? എനിക്ക് സാധാരണക്കാരോട് ഈ പറയുന്ന പാതി ശരീരം കാണിച്ചുകൊണ്ട് കടകൾ ഉദ്ഘാടനം നടത്തുന്ന എന്താ പറയാ, ഈ സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, അല്ലെങ്കിൽ നിങ്ങളുടെ മോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഇതുപോലെ ഈ ശരീരത്തിലെ പാതി ഡ്രസ് എടുത്ത്, ഈ പാതി ഡ്രസ് അണിഞ്ഞുകൊണ്ട് ഒരു കട ഉദ്ഘാടനത്തിന് പോകുമ്പോ നിങ്ങൾക്കൊക്കെ സഹിക്കുമോ? എന്റെ ചോദ്യം അതാണ്. അപ്പൊ നിങ്ങൾക്ക് പൊള്ളും, അല്ലെ? മറ്റുള്ള സ്ത്രീകൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഈ ശരീരത്തിൽ പാതി ഡ്രസ് ഇട്ടുകൊണ്ട് കടകൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ നിങ്ങൾക്ക് സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തുള്ളവർ ഇതുപോലെ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ നിങ്ങൾക്ക് സഹിക്കുമോ? കേരളത്തിന് ഒരു പവിത്രതയില്ലേ, ഒരു പാരമ്പര്യമില്ലേ? കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വസ്ത്രധാരണത്തിന് ഒരു പാരമ്പര്യമില്ലേ? ഇത് ലണ്ടനോ യൂറോപ്പോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോ കാനഡയൊന്നുമല്ല, ഇത് കേരളമാണ്. കേരളത്തിനെ കേരളമായിട്ട് വേണം കാണാൻ, കേരളത്തിനെ ലണ്ടനായിട്ട് ഒരിക്കലും കാണരുത്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വസ്ത്രം ധരിക്കാം, വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടല്ലോ. ആ കൾച്ചറിനെ കാത്തു സൂക്ഷിക്കുന്ന ഫെമിനിസ്റ്റുകളോടോ, ആ കൾച്ചറിനെ കാത്തു സൂക്ഷിക്കുന്ന നടിമാരുണ്ടെങ്കിൽ, ആ കൾച്ചറിനെ കാത്തു സൂക്ഷിക്കുന്ന നല്ല നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഉദ്ഘാടനം നടത്തി കേരളത്തിന് മാതൃകയാവണം എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട കടയുടമകളോട് താഴ്മയോടെ പറയാൻ ആഗ്രഹിച്ചുകൊണ്ട്